ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ച്. അതൊരു കൊതി ബിരിയാണി. കൊതി ബിരിയാണി ഉണ്ടാക്കാൻ ബിരിയാണി അരിയുടെ ആവശ്യമൊന്നുമില്ലെന്നേ, നമ്മുടെ റേഷനരി മതി. ഇതിൽ ബിരിയാണിക്ക് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ അമ്മയുടേതായിരുന്നേ. നമ്മൾ ഓൺലി ഷൂട്ടിങ് മാത്രമായിരുന്നു. നമ്മളെ കൊണ്ട് അതല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ വീട്ടിലുള്ള സവാളയും ക്യാരറ്റും ബീൻസിന് പകരം ഒരു ചെറിയ കള്ളത്തരം കാണിക്കാം കേട്ടോ. പയറും ഒക്കെ ഇടാവേ, അത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതൊക്കെ ഇട്ട് വഴറ്റി നമ്മുടെ കൊതി ബിരിയാണി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മളല്ലാതെയാണ് അരി ഇട്ട് വേവിച്ചത്, അതായത് കുക്കറിലിട്ട് വേവിക്കാമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നേ. പക്ഷേ അമ്മയ്ക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ കലത്തിലിട്ട് അരിയൊക്കെ വേവിച്ചു, കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരി വേവിച്ചു. ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ റേഷനരി ആയതുകൊണ്ട് അതിൻ്റെ ഒരു കുത്തുന്ന സ്മെല്ല് കാണും, അതുകൊണ്ട് നന്നായിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം നമ്മുടെ ഈ വഴറ്റിയ സംഭവത്തിലേക്ക് നമ്മുടെ വേവിച്ച അരി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യണം. നെയ്യൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ. എന്നിട്ട് കാഷ്നട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കിസ്മിസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇതൊക്കെ ഇട്ട് നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി സെറ്റായപ്പം കുറച്ച് ആഡംബരം ഒട്ടും കുറയ്ക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു പപ്പടവും സലാഡും മുട്ടയും അച്ചാറും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. റേഷനരി ആണെന്നൊന്നും പറയത്തില്ല, നമ്മുടെ സാധാ ബിരിയാണി പോലെ കഴിക്കുന്നത് പോലെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാവേ.